ഹായ് ഓൾ, ഇന്ന് നമ്മൾ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കുന്നത്. ആദ്യം നമുക്ക് ക്യൂബ് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സ്ക്വയർ. ഇതിന്റെ 3 ഡയമെൻഷണൽ ഫിഗർ ആണ് ക്യൂബ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 1 സെന്റിമീറ്റർ, ഇതും 1 സെന്റിമീറ്റർ. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഈക്വൽ ആണ്. ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ 1 സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് പറയാം. ഇപ്പൊ 2 സെന്റിമീറ്റർ ആണ് സൈഡ് എന്ന് വിചാരിച്ചാലോ, ഇഫ് സൈഡ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ, സൈഡ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1, അങ്ങനെ 2 സെന്റിമീറ്റർ. അതേപോലെയോ ഹൈറ്റും ഉണ്ടാവും. അപ്പം 1 2 3 4 5 6 7 8, അങ്ങനെ 8 ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ 2 സെന്റിമീറ്റർ ക്യൂബ് എത്ര ആയിരിക്കും, 8 ആയിരിക്കും. ഇനിയിപ്പം അത് സൈഡ്, ഇഫ് സൈഡ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ ആണെങ്കിലോ, 3 സെന്റിമീറ്റർ ഹോൾ ക്യൂബ് എത്ര ആയിരിക്കും, 3 × 3 × 3, അതായത് 9 × 3 എന്ന് പറഞ്ഞാൽ 27. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ക്യൂബ്സ് പഠിക്കാം. 1 മുതൽ 20 വരെയുള്ള ക്യൂബ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ 1 മുതൽ 10 വരെ ഒന്നും പഠിച്ചു വെക്കാം. 10 മുതൽ 20 വരെ പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ക്യൂബ്സ് എന്താണെന്ന് നോക്കാം. 1 ക്യൂബ് ഈക്വൽ ടു 1, 2 ക്യൂബ് ഈക്വൽ ടു 8, 3 ക്യൂബ് ഈക്വൽ ടു 27, 4 cube equal to 64, 5 cube equal to 125, 6 cube equal to 216, 7 cube equal to 343, 8 cube equal to 512, 9 cube equal to 729, 10 cube equal to 1000. ഇത്രയും വാല്യൂസ് നമ്മൾ പഠിച്ചു വയ്ക്കുക. പിന്നെ 11 മുതൽ 20 വരെകളൊക്കെ നമുക്ക് പറ്റുകയും പഠിച്ചാൽ മതി, ഇപ്പം പഠിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ചെയ്ത് വേണേൽ കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇത്രയും വാല്യൂസ് മാത്രം ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് 11 മുതൽ 20 വരെയുള്ള ക്യൂബ്സ് നോക്കാം. 11 ക്യൂബ് ഈക്വൽ ടു 1331, 12 ക്യൂബ് ഈക്വൽ ടു 1728, 13 ക്യൂബ് ഈക്വൽ ടു 2197, 14 ക്യൂബ് ഈക്വൽ ടു 2744, 15 ക്യൂബ് ഈക്വൽ ടു 3375, 16 ക്യൂബ് ഈക്വൽ ടു 4096, 17 ക്യൂബ് ഈക്വൽ ടു 4913, 18 ക്യൂബ് ഈക്വൽ ടു 5832, 19 ക്യൂബ് ഈക്വൽ ടു 6859, 20 ക്യൂബ് ഈക്വൽ ടു 8000. ഈവൺ നമ്പറിന്റെ ക്യൂബ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിച്ചോളൂ. ഈവൺ നമ്പർ ക്യൂബ് ആണെങ്കിൽ അതെന്തായിരിക്കും, ക്യൂബ് നമ്പർ വിൽ ബി ഈവൺ. അതേപോലെ ഓൾ നമ്പറിന്റെ ക്യൂബ് ആണെങ്കിലോ, ഓൾ നമ്പർ ക്യൂബ് നമ്പർ എന്തായിരിക്കും, വിൽ ബി ഓൾ. ഈവൺ നമ്പറിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ ആയിരിക്കും, ഓൾ നമ്പറിന്റെ ക്യൂബ് പറഞ്ഞാൽ ഓൾ നമ്പർ ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാറ്റേൺസ് ആണ്. അതായത് ആഡിങ് കോൺസിക്യൂട്ടീവ് ഓൾ നമ്പേഴ്സ്. നമ്മൾ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സിൽ പഠിച്ച പോലെ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സിലും ഇതേപോലെ ഒരു പാറ്റേൺ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് 1 എടുക്കാം. 1 ഈക്വൽ ടു എന്താ, 1 ഈക്വൽ ടു 1 ക്യൂബ്. 3 + 5 എന്താണ്, 8 ആണ്. എന്താ, 2 ക്യൂബ്. പിന്നെന്താ, 7 + 9 + 11 എന്താണ്, 7 + 9 എന്ന് പറഞ്ഞാൽ 16, 16 + 11 എന്ന് പറഞ്ഞാൽ 27. അതെന്താ, 3 ക്യൂബ്. 13 + 15 + 17 + 19. 13 + 15 എന്ന് പറഞ്ഞാൽ 13 + 17 എന്ന് പറഞ്ഞാൽ 30, 45, 55, 64. അതെന്താണ്, 4 ക്യൂബാണ്. അങ്ങനെ നമുക്ക് ചെയ്തു പോവാം. ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ഓൾ നമ്പേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് ഒരു പാറ്റേൺ കണ്ടു. ക്യൂബ്സ് ആൻഡ് ദെയർ പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ഐഡന്റിറ്റി നോക്കാം. a⁻m × b⁻m എന്ന് പറഞ്ഞാൽ എന്താ, a × b ⁻m ആണ്. ഇതാണ് നമുക്ക് അറിയുന്ന ഒരു ഐഡന്റിറ്റി. a⁻m × b⁻m എന്ന് പറഞ്ഞാൽ a × b ⁻m ആണ്. ഈ ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക്
പ്രൈം ഫാക്ടേഴ്സ് കണ്ടെത്താം. 64 ആണെന്ന് വിചാരിച്ചോളൂ. 64 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32, 32 × 2 64, 2 × 4 8 16 32 64. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 2³ × 2³ എന്ന് എഴുതാം. അല്ലെങ്കിൽ 2 × 2 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. 2 × 2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 4³. അപ്പോൾ 4³ ആണ് 64 എന്ന് കിട്ടിയില്ലേ. അടുത്തായിട്ട് നമുക്ക് 6³ നോക്കാം. 6³ എന്ന് പറഞ്ഞാൽ 2 × 3 ഹോൾ ക്യൂബ് ആണ്. അതെന്താണ്? 2³ × 3³ അല്ലെങ്കിൽ 2 × 2 × 2 × 3 × 3 × 3. ഇങ്ങനെയാണ് കിട്ടുക. തന്നിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ക്യൂബാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രൈം ഫാക്ടേഴ്സ് ഗ്രൂപ്പ് ചെയ്യുന്നത് ഒരു ട്രിപ്പിളറ്റിലാണെന്ന് പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് 243 എ പെർഫെക്റ്റ് ക്യൂബ്? 243 പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 243നെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ അത് 3 വീതമുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് പെർഫെക്റ്റ് ക്യൂബ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 243 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 81. അതിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27. അതിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9. അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് 243 = 3 × 3 × 3 × 3 × 3 എന്ന് കിട്ടി. ഇവിടെ ട്രിപ്ലറ്റ് വന്നു, ഇവിടെ ട്രിപ്ലറ്റ് അല്ലാണ്ടേ വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 243 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ് മെയ്ഡ് എ ക്യൂബോർഡ് ഓഫ് പ്ലാസ്റ്റിസ്റ്റൈൻ. ലെങ്ത്, breadth and height of the cuboid are 15, 30 and 15 centimeter. Anu asks how many such cuboids will she need to make a perfect cube? Can you tell? എന്താ പറഞ്ഞിട്ടുള്ളത്? രാജ് ക്യൂബോർഡ് ഉണ്ടാക്കി. എങ്ങനെ? 15 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ ആയിട്ടുള്ള ലെങ്ത് ബ്രെഡ്ത്ത് ആയിട്ടുള്ള ഒരു ക്യൂബോർഡ് ഉണ്ടാക്കി. അനു ചോദിച്ചു എന്ത്? ഇതേപോലത്തെ എത്ര ക്യൂബോർഡ് വേണ്ടി വരും ഒരു പെർഫെക്റ്റ് ക്യൂബ് ഉണ്ടാക്കാൻ? നമുക്ക് ആദ്യം ചെയ്യാം. ഇതിന്റെ വോളിയം കാണാം. വോളിയം ഓഫ് ക്യൂബോയിഡ് ഈക്വൽ ടു 15 × 15 × 30 ഈക്വൽ ടു എന്താണ്? 15 × 15 × 15 × 2. ഇതിനെ നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 5 × 3 × 5 × 3 × 5 × 2 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ 3 × 3 × 3 × 5 × 5 × 5 × 2 എന്ന് കിട്ടി. ഇവിടെ ഗ്രൂപ്പ് ചെയ്തു, ഇവിടെ ഗ്രൂപ്പ് ചെയ്തു ട്രിപ്ലറ്റ് ആയിട്ട്. ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ട്രിപ്ലറ്റ് ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. സ്ക്വയർ റൂട്ട്സ് പോലെയല്ല. സ്ക്വയർ റൂട്ട്സിൽ 2 വീതം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സിൽ 3 വീതമാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഒന്നായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറയാം? നമ്പർ ഓഫ് cuboids required to make a cube equal to 2 × 2. 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 4. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Is 392 a perfect cube? If not, find the smallest natural number by which 392 must be multiplied so that the product is a perfect cube. ഈ 392 എന്ന് പറയുന്ന വാല്യൂ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പെർഫെക്റ്റ് ക്യൂബ് അല്ലെങ്കിലോ ഏത് നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് ഇത് പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് നോക്കാം. 392. അപ്പോൾ നമുക്ക് 392 എന്ന് ഇങ്ങനെ കിട്ടി. 392 = 2 × 2 × 2 × 7 × 7. ഇത് ഗ്രൂപ്പാണ് 3ന്റെ. ഇവിടെ 7 × 7 ഗ്രൂപ്പ്സ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്മോളസ്റ്റ് നമ്പർ by which 392 must be multiplied equal to 7. ഇവിടെ 2 7 ഉണ്ട്. ഒരു 7 കൂടി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അത് പെർഫെക്റ്റ് ക്യൂബ് ആയിട്ട് കിട്ടും. Is 53240 a perfect cube? If not, then by which smallest natural number should be divided so that the quotient is a perfect cube? 53240 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആ പെർഫെക്റ്റ് ക്യൂബ് അല്ലെങ്കിലോ
ഏത് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്തിട്ട് അത് പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്ത് നോക്കാം. 5 3 2 4 0. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടിയത്. 5 3 2 4 0നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 26620 എന്ന് കിട്ടി. അതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 13310 എന്ന് കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6655 എന്ന് കിട്ടി. അതിന് 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 605 എന്ന് കിട്ടി. 605നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 55 എന്ന് കിട്ടി. 55നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 എന്ന് കിട്ടി. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 53240 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 11 ഇൻറ്റു 11 ഇൻറ്റു 11 ഇൻറ്റു 5. ഇത് ഗ്രൂപ്പാണ്, ഇതും ഗ്രൂപ്പാണ്. 5 മാത്രമേ ഗ്രൂപ്പിൽ ഇല്ലാത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക? സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് ഷുഡ് ബി ഡിവൈഡഡ് സോ ദാറ്റ് ദി ക്വോഷ്യന്റ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. എന്താണ് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ദാറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്? എന്താണ് ഇവിടെ ഗ്രൂപ്പ് ആവാത്ത? എന്താണ് 5 ആണ്. അപ്പോൾ നമുക്ക് 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസ് 1188 എ പെർഫെക്റ്റ് ക്യൂബ്? If not, by which smallest natural number should 1188 be divided so that the quotient is a perfect cube? അപ്പോൾ 1188 എന്ന് പറയുന്നത് ഇപ്പോൾ പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് പെർഫെക്റ്റ് ക്യൂബ് അല്ലെങ്കിലോ? അതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ നമ്മൾ ഏത് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നമുക്ക് 1188നെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1188 ഈക്വൽ ടു 2 into 2 into 3 into 3 into 3 into 11 എന്ന് എഴുതാം. ഇത് ഗ്രൂപ്പ്ഡാണ്. 2 into 2യും 11ഉം ഗ്രൂപ്പ്ഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ by which 1188 is to be divided to get a perfect cube. എന്താണ്? ഈക്വൽ ടു 2 into 2 into 11. 2 into 2 പറഞ്ഞാൽ 4. 4 into 11 എന്ന് പറഞ്ഞാൽ 44. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ 68,600 a perfect cube? If not, find the smallest number by which 68,600 must be multiplied to get a perfect cube. 68,600 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് നോക്കണം. അത് പെർഫെക്റ്റ് ക്യൂബ് അല്ലെങ്കിലോ? ഏത് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വെച്ചിട്ടാണ് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് 68,600നെ നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടിയത്. അതായത് 68,600 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 7. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഗ്രൂപ്പ്ഡാണ്. 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഗ്രൂപ്പ്ഡാണ്. 5 ഇൻറ്റു 5 മാത്രമാണ് ഗ്രൂപ്പ്ഡ് അല്ലാത്തത്. അപ്പോൾ ഏത് സ്മോളസ്റ്റ് നമ്പർ വെച്ചിട്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് പെർഫെക്റ്റ് ക്യൂബ് ആവുന്നത്? സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ് ഈക്വൽ ടു 5 ആണ്. ഇവിടെ 2 5 ഉള്ളതുകൊണ്ട് ഒരു 5 കൂടി കിട്ടിയാൽ നമുക്ക് പെർഫെക്റ്റ് ക്യൂബ് ആക്കും. അപ്പോൾ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ.